തിരക്കിനിടയിൽ അല്പം നേരം എന്ന സിനിമയുടെ സംവിധായകൻ ജയനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, സ്വാഗതം. ഇപ്പോ പേരൊരു കൗതുകരമായിട്ടുള്ള ഒരു പേരാണ് അല്ലെ, തിരക്കിനിടയിൽ അല്പം നേരം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഒരു സിനിമ പറയുന്നത്? കുറെ പുതുമുഖങ്ങളാണ് നമ്മൾ പോസ്റ്ററിൽ കാണാനുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. അല്ല, മെസ്സേജാണ് ഉദ്ദേശിക്കുന്നത് അതോ വേറെ? അല്ല, ഒരു സിനിമ പറയുന്നത് എന്താണ്? ഈ സിനിമ പറയുന്നത് നല്ല ഒരു, നമുക്ക് നിലവിൽ പ്രസന്റ് കണ്ടീഷനിൽ സമൂഹത്തിന് ആവശ്യമായ വലിയൊരു സന്ദേശം. മീൻസ് ഫാമിലി ഫീൽ ഗുഡ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന പേരൻസിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് അതാണ് ആ ഒരു തിരക്കിനിടയിൽ കുട്ടികൾക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്തുക, അവർക്ക് വേണ്ടി ചെലവഴിക്കാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ കുട്ടികളുടെ ഒപ്പം, ടീനേജ് ഏജിലുള്ള കുട്ടികളുടെ ഒപ്പം ചെലവഴിക്കാൻ തയ്യാറുള്ള ഫ്രണ്ട്ലി ടോക്കിങ്ങിൽ. അപ്പൊ എങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ, ഇപ്പൊ സാറ് ഇതിനു മുമ്പ് ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ചോദിച്ചാൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒരു സിനിമയിലേക്ക്, നമ്മുടെ ആദ്യ സിനിമയായിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം? ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പൂർത്തീകരിച്ചിട്ടൊക്കെ കുറച്ചായതായിരുന്നു സംഭവം. ഇതിന്റെ ഒരു ഡെമോ ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി മോട്ടിവേഷൻ ട്രെയിനർ, അത് നമുക്കറിയാം. ഇപ്പോൾ ഡെമോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓൾറെഡി അതിന്റെ ഒരു പ്രൊഡ്യൂസർ പോയി നമുക്ക് സിനിമയാക്കാന്ന് പറഞ്ഞു. പിന്നെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്, അത് അങ്ങ് പോയി. പിന്നെ നമ്മൾ വിട്ടു. അപ്പോൾ അത് സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാം എന്ന രീതിയിലേക്ക് മാറി ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ലാസ്റ്റ് പുതിയ സംഭവ വികാസങ്ങളെല്ലാം കോർത്തിണക്കി വീണ്ടും സ്ക്രിപ്റ്റ് ഒന്ന് നവീകരിച്ച് എൻ്റെ ഒരു ഏറ്റവും ഇൻറ്റിമേറ്റ്, നമ്മുടെ ഗുരുനാഥനായ ഒരു വ്യക്തി, അതിന് തുല്യമായ വ്യക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇത് സിനിമയായിട്ട് വരികയാണ്. പിന്നെ സ്ക്രിപ്റ്റും എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട്, രചനാ സംവിധാനം എല്ലാം കൂടെ ആയതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ അതിന്റെ ഡെപ്ത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ വിഷനിലേക്ക് ഇങ്ങോട്ട് മാറിയെന്ന് മാത്രം. ഇതിന്റെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ്? ഈ പുതിയ കുട്ടികളൊക്കെ എങ്ങനെയാണ് കണ്ടത്? ഏറ്റവും ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത്. അതിലെനിക്ക് രണ്ട് കുട്ടികളെ എനിക്ക് അറിയാം. ഒന്ന് ഓഡിഷൻ വഴി വന്നത് ശിവാനിയും ആ പെൺകുട്ടിയും, പിന്നെ അനിരുദ്ധ എന്ന് പറയുന്ന കുട്ടിയാണ് മറ്റേ ആയിത്തിയാട്ടിന്റെ. മറ്റേ രണ്ടുപേരെ എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാമായിരുന്നു. ഒന്നൊരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പം മറ്റേ നമ്മുടെ ഡെമോ ഷൂട്ട് ചെയ്യുമ്പോൾ അഭിനയിച്ച വ്യക്തിയാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേരൻസ് എല്ലാവരും തന്നെ എന്താണ് പറയാ, ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓഡിഷൻ വഴി ഓഡിഷൻ വഴി. പക്ഷെ ഇവരെ എങ്ങനെയായിരുന്നു ട്രെയിൻ ചെയ്യിപ്പിക്കുക? കാരണം ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുട്ടികളായിരിക്കും. പിള്ളേരായിരുന്നു ശരിക്കും ഹീറോസ്. കാരണം എന്ന് വെച്ചാൽ അവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം എന്തോ അവരെ പഠിപ്പിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും സ്ക്രിപ്റ്റ് പോലും കൊടുത്തിട്ടില്ല. സ്ക്രിപ്റ്റ് അന്നുള്ള സീൻസ് മാത്രം കറക്റ്റായിട്ട് കൊടുത്തോണ്ട് എനിക്ക് കൂടുതലൊന്നും ഞാൻ എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് മോഡുലേഷൻ ആയിരുന്നു അത്യാവശ്യം. ഒരു 3-4 മോഡുലേഷൻ നിങ്ങൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നോക്കി ഇത് കണ്ടീഷനിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരുടെ ഇതിലൊക്കെ ഹാപ്പിയാണ്, അവർ ഹാപ്പി ആയിരുന്നു.